രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ശബ്ദരേഖയും സംഭാഷണവും ഒക്കെയായി വലിയ തോതിൽ മാധ്യമങ്ങൾ ആഘോഷിക്കുന്ന സമയത്ത് വടകര എം പിയായ ഷാഫി പറമ്പിലിനെ വളഞ്ഞിട്ട് വലിയ തോതിൽ ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. റിപ്പോർട്ടർ ചാനലാണ് അതിനുവേണ്ടി വലിയ ആകാംക്ഷയോടെ നിൽക്കുന്നത്. ഒപ്പം ഇടതുപക്ഷ മാധ്യമ ലോബികളും അവിടെയുണ്ട്. അവർ ചോദിക്കുന്നത്, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇത്രയും ഗുരുതര ആരോപണം ഉണ്ടായിട്ടും അദ്ദേഹത്തെ തൂക്കിക്കൊല്ലുന്നില്ലേ എന്നൊക്കെ തരത്തിലുള്ള രീതിയിലാണ് ആ സംഭാഷണം പോകുന്നത്. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെ ശിക്ഷിക്കാൻ കോൺഗ്രസ് നേതാക്കൾക്കൊരു പരിധിയില്ലേ എന്ന മറു ചോദ്യം അവിടെ ചോദിക്കുകയാണ്. അപ്പോഴും വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നു, ഗുരുതരമായ കുറ്റമല്ലേ ചെയ്തു, ഇത് നിങ്ങളുടെ കണ്ണിൽ പെട്ടില്ലേ, ശ്രദ്ധയിൽ പെട്ടില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ അങ്ങോട്ട് തിരിച്ചൊന്ന് ചോദിക്കട്ടെ എന്ന് ഷാഫി പറമ്പിൽ ചോദിക്കുകയാണ്. ശബരിമലയിൽ വൻ കൊള്ള സംഘം അവിടെ പ്രവർത്തനം നടത്തിയതുമായി ബന്ധപ്പെട്ട് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റായ ഡിവൈഎഫ്ഐയുടെ വൈസ് പ്രസിഡന്റ് ആയിരുന്ന 26-ാമത്തെ വയസ്സിൽ ഏരിയ കമ്മിറ്റിയുടെ സെക്രട്ടറിയും 36-ാമത്തെ വയസ്സിൽ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവുമൊക്കെയായി തിരഞ്ഞെടുക്കപ്പെട്ട പത്മകുമാറിൻ്റെ ഇപ്പോഴത്തെ സാഹചര്യം എന്താണ്? CPIM സംരക്ഷിക്കുകയല്ലേ ചെയ്യുന്നത്. പത്മകുമാറിനെയും വാസുവിനെയും അതുപോലെ ഈ പറയുന്ന മുരാരി ബാബുവിനെയും ഒന്നും CPIM തള്ളി പറയുന്നില്ലല്ലോ. എന്തിനധികം പറയുന്നു, ഉണ്ണികൃഷ്ണൻ പോറ്റിക്കെതിരെ പോലും CPIM ഒരു വാക്ക് ഉരിയാടാൻ ശ്രമിക്കുന്നില്ല. പിന്നെ അന്വേഷണം എത്തി നിൽക്കാൻ പോകുന്ന കടകംപള്ളി സുരേന്ദ്രനിലേക്കാണോ എന്ന് ഭയമുള്ളതുകൊണ്ട് തന്നെ CPIM ഇതിനെക്കുറിച്ച് ഒരക്ഷരം പറയാതെയാണ് വിട്ടൊഴിയാൻ ശ്രമിക്കുന്നത്. അതിനെക്കുറിച്ച് റിപ്പോർട്ടർ ചാനലിലോ അല്ലെങ്കിൽ കൈരളി ന്യൂസിനോ ഒന്നും വാർത്ത കൊടുക്കണ്ടേ എന്ന മറു ചോദ്യം വരുമ്പോൾ വളിച്ച ഒരു ചിരിയാണ് പാസ്സാക്കുന്നത്. ഇതാണ് യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഗർഭക്കേസുമായി മുന്നോട്ട് വരുമ്പോൾ കൃത്യമായി സന്ദേശ സിനിമയുടെ ആ ഒരു ഇതിവൃത്തം തന്നെയാണ് ഓർമ്മ വരുന്നത്. അതായത് പ്രതിക്രിയാവാദികളും വിഘടനവാദികളും എന്നും പറഞ്ഞ് ശങ്കരാടി തുടങ്ങുന്നൊരു ഡയലോഗുണ്ട്. INSPക്കാരോട്, ചെറുപ്പക്കാരോട്, ചില പിള്ളേരോട് ഭയങ്കര മതിപ്പാണ് ജനങ്ങൾക്ക്. അവരെ വല്ലോ ഗർഭക്കേസിലോ പീഡനക്കേസിലോ കുടുക്കി അവരുടെ ഇമേജ് കളയണമെന്ന് ശങ്കരാടിയുടെ കഥാപാത്രം പറയുന്ന അതേ ഡയലോഗ് തന്നെയാണ് ഇവിടെ പല സഹാക്കളും അത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് വളരെ വ്യക്തമായി നമുക്ക് കാണാൻ കഴിയും. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന മേഖല പാലക്കാടാണ്. പാലക്കാട് യഥാർത്ഥത്തിൽ CPIMുമായി അല്ല രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത്. അവിടെ BJPയുമായാണ് രാഷ്ട്രീയ പോരാട്ടം നടത്തുന്നത്. അവിടെ പ്രശാന്ത് ശിവനാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലെ അന്തകൻ എന്നൊക്കെ സ്വയം വിശേഷിപ്പിച്ച് രംഗത്ത് വരുന്നു. വാസ്തവത്തിൽ BJPക്ക് യാതൊരു സാധ്യതയുമില്ല പാലക്കാട് നഗരസഭയിൽ അവിടെ ഇനി തുടർ ഭരണം ഉണ്ടാക്കാൻ കഴിയുമെന്ന് അവർക്ക് യാതൊരു പ്രതീക്ഷയുമില്ല. അപ്പോൾ അവിടെ പാലക്കാട് ജില്ലയിലെ CPIM സെക്രട്ടറി പറയുന്നത്, രാഹുൽ മാങ്കൂട്ടത്തിലെ പോലുള്ള നാറ്റ കേസുകളെ കുറിച്ച് പറയാതിരിക്കൂ എന്ന്. യഥാർത്ഥത്തിൽ CPIM അവിടെ നടത്തുന്ന BJP അഡ്ജസ്റ്റ്മെന്റ് എന്താണ് എന്നുള്ളത് ജനങ്ങളുടെ മുമ്പിൽ വള്ളി തെറ്റാതെ പറഞ്ഞു കൊടുത്ത ഒരു നേതാവാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. ഇതിനു മുമ്പ് ഷാഫി പറമ്പിൽ നിന്നപ്പോഴും CPIM വലിയ അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയം കളിച്ചു നോക്കി. നേരത്തെ നീല ട്രോളി ബാഗിലൂടെ വിവാദമുണ്ടാക്കി ജനശ്രദ്ധ തിരിക്കാൻ നോക്കി, അതൊന്നും ചെലവായില്ല. ഇപ്പോൾ ഈ രീതിയിൽ എങ്ങനെയെങ്കിലും അത് ചക്കിന് വെച്ചാൽ അത് കൊള്ളുമോ എന്ന് വിചാരിക്കുകയാണ്. പക്ഷെ കൊള്ളുന്നത് കൊക്കിലാണ് എന്ന് മാത്രം.